10 ദിവസം നീണ്ടു നിൽക്കുന്ന അനന്തപുരിയുടെ അഭിമാനമായ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. ഈ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒഴിച്ചു നിർത്താനാവാത്തതാണ് തോറ്റംപാട്ട്. കാരണം 1-ാം ദിവസം രാവിലെ ദേവിയെ തോറ്റംപാട്ട് പാടി കുടിയിരുത്തുന്നതോടെയാണ് ഈ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ തോറ്റംപാട്ട് കലാകാരനായ മധു കൂടി ചേരുന്നുണ്ട്. എന്താണ് ഈ തോറ്റംപാട്ടിന് പിന്നിലെ ഐതിഹ്യം? തോറ്റംപാട്ട് ദേവിയുടെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. 1-ാം ദിവസം നമ്മൾ ദേവിയെ കൊടുങ്ങല്ലിരുന്ന് പാടി ശ്രീകോവിലിൽ ഉടവാളിൽ കാപ്പിയിട്ട് കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. 3-ാം ദിവസം ദേവിയുടെ തൃക്കല്യാണം മാലപ്പുറം പാട്ടാണത്. 6-ാം ദിവസത്തിന് രാത്രി 1 മണിക്ക് ദേവിയുടെ ഭർത്താവിനെ കൊന്ന് 7-ന് രാവിലെ 7 മണിക്ക് തോറ്റ് 7:30 മണിക്ക് ക്ഷേത്രനട തുറക്കും ദുഃഖസൂചകമായിട്ട്. 9-ന്റെ അന്ന് ദേവിയുടെ ഭർത്താവിനെ വധിച്ചതിന്റെ പ്രതി ദേവി പാണ്ഡ്യരാജനെ വധിച്ചുകൊണ്ട് പണ്ടാരടുപ്പിൽ തീ കത്തിക്കും. ഭക്തജനങ്ങൾ സന്തോഷം ആഘോഷിക്കും. 10-ന് നമ്മൾ ദേവി പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുടികളെ കൊടുങ്ങല്ലൂർ അമ്മയെ സങ്കല്പിച്ച് അങ്ങാക്കും. ഈ ക്ഷേത്രത്തിലെ കുടുംബപരമായിട്ട് പാടികൾ എൻ്റെ അച്ഛൻ്റെ തലമുറകളാണ്. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം ക്ഷേത്ര ട്രസ്റ്റ് ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനായ മധുവിന് ആ ഉത്തരവാദിത്തം തരികയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് 41 ദിവസത്തെ വ്രതമെടുത്ത് കോവിലിൽ കയറി കാപ്പ് കെട്ടിയ കാപ്പ് കഴിയുന്ന ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നെ പാരമ്പര്യമായിട്ട് അച്ഛൻ പാടിക്കുന്നത് 1 ആറ്റിൽ ദേവീക്ഷേത്രം, 2 കൊഞ്ചറുള്ള ദേവീക്ഷേത്രം, 3 മുക്കോലയ്ക്കൽ ദേവി, 4 പഴഞ്ചിറ, ഈ 4 ക്ഷേത്രം പണ്ടേക്ക് മണ്ടേ പാടിക്കൊണ്ടിരിക്കണം. അതിപ്പോഴും ട്രസ്റ്റ് ആ പാരം നിലനിർത്തി പോകാനും. ഈ തോറ്റംപാട്ട് ഈ ആറ്റുകാൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂർ അമ്മയെ 10 ദിവസത്തേക്ക് തോറ്റംപാട്ട് പാടി ആവാഹിച്ച് കുടിയിരുത്തുന്നു എന്നല്ലേ വിഷയം? ദേവി കൊടുങ്ങല്ലൂർ തന്നെ വിളിച്ച് കുടിയിരുത്തി ഉത്സവം ആരംഭിക്കുന്നത്. അതുതന്നെയാണ് ഈ തോറ്റംപാട്ട് എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ആറ്റുകാൽ ക്ഷേത്രത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ തോറ്റംപാട്ടിനെ പറ്റി അറിയാനും തീർച്ചയായും ആഗ്രഹമുണ്ടാകും. ക്യാമറമാൻ ജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.